റീസെൻ്റ്ലി ഞാനൊരു ട്രേഡറിനെ പരിചയപ്പെട്ടു. ഒരു 5K അക്കൗണ്ട് ഫേസ് 1 കഴിഞ്ഞ 2 മാസമായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ. അയാൾക്ക് ഇതുവരെ ആ ഫേസ് 1 പോലും കംപ്ലീറ്റ് ആകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സ്റ്റിൽ അയാൾ ഭയങ്കര ഹാപ്പിയാണ്. മീൻസ് അയാൾ ഇതുവരെ അയാളുടെ അക്കൗണ്ട് കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പ്രൗഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൊമെൻറ്റ്. അയാൾ ഇന്നേ വരെ അതിൽ നിന്നൊരു പ്രോഫിറ്റും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ആദ്യം ഞാനിത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് സ്ട്രെയിഞ്ചായി തോന്നി. കാരണം ഒരാൾ അയാളുടെ അക്കൗണ്ട് കളഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് സന്തോഷിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെയിഞ്ചായി തോന്നി. പക്ഷെ ഞാൻ ഡീപ്പായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സ് ലാക്ക് ചെയ്യുന്നതും ഈ ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ റിസ്ക് മാനേജ്മെൻ്റ് ആണ് ട്രേഡിങ്ങിലെ റിയൽ ഫസ്റ്റ് വിക്ടറി എന്ന് പറയുന്നത്. ട്രേഡിങ്ങിൽ അവൻ്റെ അക്കൗണ്ട് കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യായിരുന്നു എന്നാണ് അർത്ഥം. സ്റ്റിൽ അവൻ മാർക്കറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ സെൽഫ് കൺട്രോൾ ചെയ്തു എന്നാണ് അർത്ഥം. ആൻഡ് ആ സെൽഫ് കൺട്രോള് അത് ഒരു ക്വിക്ക് പ്രോഫിറ്റിനേക്കാളും എത്രയോ വെറുത്താണ്. പ്രോഫിറ്റ് വരും, സ്ട്രാറ്റജീസ് വരും, സ്കിൽസ് വരും, പക്ഷെ സർവൈവൽ അതാണ് ഒരു സക്സസ്ഫുൾ ട്രേഡറിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സോ നീ ഇപ്പോഴും നീ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ, നീ നിൻ്റെ അക്കൗണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നീ കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ, നീ ഡിസിപ്ലിൻഡ് ആണെങ്കിൽ, ബി പ്രൗഡ് ഓഫ് ദാറ്റ്. കാരണം നീ ലോങ് ടേം സക്സസിന് വേണ്ടിയിട്ടുള്ള ഹാബിറ്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കീപ് ഗോയിങ്, റിസ്ക് മാസ്റ്റർ ചെയ്ത് പൈസ വന്നോളും.